ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. വിമർശനം ക്ലിഫ് ഹൌസ് വരെ. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കും നേതാക്കൾക്കുമെതിരെ കടുത്ത പരാമർശം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സാധാരണക്കാർക്ക് പ്രവേശനമില്ല. മാധ്യമങ്ങളെ എതിരാക്കി. മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ പോലും വ്യവസായിക്ക് സ്വാധീനമെന്ന ആരോപണത്തിന് നേതാവിനെതിരെ പാർട്ടിയുടെ മുന്നറിയിപ്പ്. വെള്ളാപ്പള്ളിയെ BJP പ്രചാരണായുധമാക്കിയെന്നും വിലയിരുത്തൽ. ഗവർണർക്കെതിരെ M. സ്വരാജ്. ഭ്രാന്തുള്ളവർ ഗവർണറാകരുതെന്ന് ഭരണഘടന പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരായാലും വേണ്ടില്ല, നിങ്ങൾ ചിത്തപ്രഭമുള്ള ആളാണെങ്കിൽ ഭ്രാന്തനാണെങ്കിൽ. എന്നാൽ ഈ നിബന്ധനയില്ലാത്ത ഒരേ ഒരു സ്ഥാനം മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിലുള്ളൂ, അത് ഗവർണറാണ്. ഗവർണർ ആകണമെങ്കിൽ ഈ നിബന്ധനയില്ല. അത് വളരെ കൗതുകരമായിട്ട് നമുക്ക് തോന്നുന്നു. ഭ്രാന്തുള്ളവർക്ക് MP-യോ MLA-യോ ആകാനാവില്ലെന്നും സ്വരാജ്. ആരെയും ഭയമില്ല. സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് സഭയിൽ രാഹുൽ. വെറുപ്പ് പറയുന്നവർ ഹിന്ദുക്കളല്ല. രാമജന്മഭൂമി തന്നെ BJP-ക്ക് മറുപടി നൽകി. और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा हिंसा हिंसा, नफरत नफरत नफरत, असत्य सत्य असत्य. തിരിച്ചടിച്ച് മോദിയും അമിത്ഷായും. രാഹുൽ ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണം. विषय बहुत गंभीर है. पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है. बीजेपी के श्री राहुल गांधी नेता प्रतिपक्ष पहला भाषण होने के बावजूद माफी मांगनी चाहिए. न केवल सदन, पूरे देश की माफी मांगनी. സഭയിൽ ആളിക്കത്തി മണിപ്പൂരും അഗ്നിവീറും. നീറ്റിൽ BJP-യെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. പ്രൊഫഷണൽ പരീക്ഷയെ കൊമേഴ്ഷ്യലാക്കി. നീറ്റ് സമ്പന്നർക്ക് മാത്രമായി ചുരുക്കി. 7 വർഷത്തിനിടെ പരീക്ഷാ പേപ്പർ ചോർന്നത് 70 തവണ. ठीक है, और हम स्टूडेंट्स को मैसेज देना चाहते हैं कि जो नीट का इशू है वो पार्लियामेंट के लिए जरूरी है. ठीक है, इसलिए मैसेज देने के लिए हम चाहते थे कि एक दिन पार्लियामेंट चर्चा करे. मैं देखता हूँ. ठीक है. രാജ്യത്ത് ഭാരതീയ ന്യായ സംഹിത നടപ്പിലായി. ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത് ഡൽഹിയിൽ. ഹെൽമറ്റില്ലായ യാത്രയ്ക്ക് കേരളത്തിലെ ആദ്യ കേസ് മലപ്പുറത്ത്. മാരിറ്റൽ റേപ്പ് കുറ്റകൃത്യമാക്കിയില്ല. പഴയ നിയമത്തിന്റെ കോപ്പിയടിയെന്ന് കോൺഗ്രസിന്റെ വിമർശനം. വായ്പാ ബാധ്യതയുള്ള ഭൂമി വിൽക്കാൻ കരാറുണ്ടാക്കി വഞ്ചിച്ചു. ഭാര്യയുടെ പേരിലുള്ള ഭൂമി ജപ്തി ചെയ്തതോടെ സംസ്ഥാന പോലീസ് മേധാവി കുരുക്കിൽ. 30 ലക്ഷം അഡ്വാൻസ് വാങ്ങിയിട്ട് DGP തിരികെ കൊടുത്തില്ല. ബാധ്യത മറച്ചുവെച്ചാണ് കരാറുണ്ടാക്കിയതെന്ന് പണം നൽകിയ ഉമർ ഷെരീഫ്. ഇപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് ഇതുപോലെ ഒരാളിനോട് ഏറ്റുമുട്ടാൻ മാത്രം ഉള്ള ഒരു ശേഷിയുള്ള ആളല്ല. അപ്പം ഇനിയിപ്പോൾ നമുക്കൊരു ഭയമുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ഏതെങ്കിലും ലെവലിൽ നമ്മളെ ഏതെങ്കിലും ലെവലിൽ ബുദ്ധിമുട്ടിക്കുമോ മീൻസ് മനസ്സിലാവുമല്ലോ. ആ ഒരു ഭയം ഇല്ലാവില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ പണം തിരികെ തരികയും ഈ കേസിൽ നിന്ന് എന്നെ റിലീസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കൃത്യമായ കരാറെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ഷെയ്ഖ് ദർവേഷ് സാഹിബ്. സംസ്ഥാനത്ത് 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കം. വലിയ മാറ്റത്തിന്റെ തുടക്കമെന്ന് മുഖ്യമന്ത്രി. പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ. ദിവസത്തിനിടയിൽ ഈ സഭ സമ്മേളിക്കുന്ന ഇതിനിടയിൽ 6 ദിവസത്തിനിടയിൽ 5 പോലീസുകാരാണ് സാർ ഈ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത്. പോലീസുകാരുടെ ജോലിഭാരവും ആത്മഹത്യയും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. 6 ദിവസത്തിനിടെ 5 പോലീസുകാർ ആത്മഹത്യ ചെയ്തെന്ന് PC വിഷ്ണുനാഥ്. പോലീസുകാരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിന് സർക്കാരിന് കടുംപിടുത്തമില്ലെന്ന് മുഖ്യമന്ത്രി. ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് യോഗ. ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞ് ബഹുമാനായ വിഷ്ണുനാഥ് ഇരുന്നല്ലോ, അവിടെ ഇരുന്നു കൊണ്ടും യോഗ ചെയ്യാവുന്നതാണ് യോഗയുടെ ശരിയായ രീതി അനുസരിച്ച്. അത് ബഹുമാനായ മുൻ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു തരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ യോഗയെക്കുറിച്ച് അങ്ങനെയൊരു തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ടതായിട്ടില്ല.
അടൂരിൽ ടിക്കറ്റ് എടുക്കാത്ത യാത്രക്കാരൻ കണ്ടക്ടറെ ചീത്ത പറഞ്ഞതിൽ നടപടിയില്ല. കർശന നടപടിയെടുക്കണമെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടിട്ടും അറസ്റ്റ് ചെയ്യാതെ പോലീസ്. ഒരു 11 വയസ്സ് മുതൽ ഒരു 11 വയസ്സായപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകരുത്, പപ്പയുടെ അടുത്തേക്ക് പോകരുത്, മടിയിലിരിക്കരുത്, അടുത്ത് പോകരുത്, ആരുമില്ലാത്തപ്പോൾ പോകരുത്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞു. പിന്നീട് അമ്മയ്ക്ക് അറിയാമായിരുന്നു. കോട്ടയത്തെ പാസ്റ്റർക്കെതിരെ പരാതിയുമായി മകൾ. 11 വയസ്സ് തൊട്ട് ശാരീരികവും മാനസികവുമായ ക്രൂരതകൾക്ക് ഇരയാക്കപ്പെട്ടുവെന്ന് യുവതി ന്യൂസ് 18നോട്. പ്രായം മറച്ചുവെച്ച് 17-ാം വയസ്സിൽ വിവാഹം നടത്തിയെന്നും പരാതി. മുതലാളിത്ത ചങ്ങാത്തത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എൻ ഷംസീറിനും CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. BJP ബന്ധമുള്ള വ്യവസായി ക്ലിഫ് ഹൌസിൽ കയറിയിറങ്ങുന്നുവെന്ന് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുന്നയിച്ച നേതാവിനെതിരെ നടപടി മുന്നറിയിപ്പ് നൽകി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയാണ് മുഖ്യമന്ത്രിക്കെതിരെ അതീവ ഗൌരവമുള്ള ആരോപണം ഉയർത്തിയത്. തലസ്ഥാനത്തെ ഒരു വ്യവസായിയുമായി സ്പീക്കർ എൻ ഷംസീറിന് ബിസിനസ് ബന്ധമുണ്ടെന്ന വിമർശനവും ഉയർന്നു. മേയറും കുടുംബവും നടുറോട്ടിൽ കാണിച്ചത് ഗുണ്ടായിസമാണെന്നും ബസിൽ നിന്ന് മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നുവെന്നും അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു. ക്ലിഫ് ഹൗസിന്റെ അടുക്കള വരെ കയറിയിറങ്ങാൻ സ്വാധീനമുള്ള ഒരു വ്യവസായി, മറ്റൊരാൾക്ക് മുറ്റത്ത് വരെ പോകാൻ സ്വാതന്ത്ര്യം. ഇതിലൊരാൾ BJP നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കളും അവരുടെ മക്കളും തലസ്ഥാനത്ത് വന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നതും ഇയാളാണ്. ഇത്തരമൊരാൾക്ക് എന്താണ് ക്ലിഫ് ഹൗസിൽ കാര്യം? ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് ക്ലിഫ് ഹൗസിൽ കയറണമെങ്കിൽ ഇവരുടെ ആരുടെയെങ്കിലും ശുപാർശ വേണം. ഇങ്ങനെ പോയി മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാർക്ക് വ്യവസായികളുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി കരമന ഹരിയുടെ വിമർശനം. ഇതോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്ത M സ്വരാജ് ഇടപെട്ടു. ഇത്തരം ആരോപണങ്ങൾ ശരിയല്ല. ഏത് വ്യവസായിയാണ് ഇങ്ങനെ ക്ലിഫ് ഹൗസിൽ കയറിയിറങ്ങുന്നതെന്ന് വെളിപ്പെടുത്താൻ ഹരിയോട് സ്വരാജ് ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് ഹരി തയ്യാറായില്ല. കമ്മിറ്റിയിലെ ചർച്ചകൾക്ക് ഇന്നലെ മറുപടി പറഞ്ഞപ്പോഴാണ് ഇത്തരം വിമർശനങ്ങളും വ്യക്തി അധിക്ഷേപങ്ങളും സംഘടനാ രീതിയല്ലെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും സ്വരാജ് വ്യക്തമാക്കിയത്. ഇതിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഹരിക്കെതിരെ നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പും സ്വരാജ് നൽകി. മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതിലും വിമർശനമുണ്ടായി. മകൾക്കെതിരായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിച്ചു? ബിനീഷിനെതിരെ ആരോപണമുയർന്നപ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ മാതൃക എന്തുകൊണ്ട് മുഖ്യമന്ത്രി സ്വീകരിച്ചില്ല? മുഖ്യമന്ത്രി മറുപടി പറയാത്തത് സംശയങ്ങൾക്കിടയാക്കിയെന്നും അഭിപ്രായമുണ്ടായി. മുതലാളിമാരുമായുള്ള ചങ്ങാത്തത്തിന്റെ പേരിൽ നിയമസഭാ സ്പീക്കർ AN ഷംസീറും കടുത്ത വിമർശനം നേരിട്ടു. അമിത്ഷായുടെ മകനെയും കാറിൽ കയറ്റി നടക്കുന്ന ആളുമായാണ് ഷംസീറിന് ബിസിനസ് ബന്ധം. അത് പാർട്ടി രീതിക്ക് ചേർന്നതല്ല. പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത അയാൾ ദേശാഭിമാനി പത്രമെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. അത്തരക്കാരനുമായി എന്തിനാണ് ഷംസീറിന് ബന്ധമെന്നായിരുന്നു ചോദ്യം. മേയറും കുടുംബവും നടുറോഡിൽ ഗുണ്ടായിസമാണ് കാട്ടിയത്. ബസ്സിലെ മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നുവെന്നും അഭിപ്രായമുണ്ടായി. മുഹമ്മദ് റിയാസ് കടകംപള്ളി തർക്കത്തിൽ റിയാസിനെതിരെയായിരുന്നു വിമർശനം. മന്ത്രി ജില്ലയിലെ പാർട്ടി നേതാവായ ജനപ്രതിനിധിയെ കരിനിഴലിൽ നിർത്തിയെന്നും വിമർശനമുണ്ടായി. പാർട്ടിയുടെ ന്യൂനപക്ഷ സമീപനം സംബന്ധിച്ച ചർച്ചയ്ക്കിടെ ജില്ലാ സെക്രട്ടറി V ജോയ് നടത്തിയ പരാമർശവും പ്രതിഷേധത്തിനിടയാക്കി. ഒടുവിൽ ജില്ലാ സെക്രട്ടറി നിലപാട് തിരുത്തണമെന്ന് M സ്വരാജ് ആവശ്യപ്പെട്ടു. വിമർശനം ശരിയായ രീതിയിലല്ല ജില്ലാ സെക്രട്ടറി മനസ്സിലാക്കിയതെന്നും അത് തിരുത്തണമെന്നുമായിരുന്നു സ്വരാജിന്റെ നിർദ്ദേശം. ന്യൂസ് 18 തിരുവനന്തപുരം. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അതിരൂക്ഷ വിമർശനമുയർന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്കും സാധാരണ മനുഷ്യർക്കും പ്രവേശനമില്ല. മുൻപ് പാർട്ടി നേതാക്കൾക്ക് മുഖ്യമന്ത്രിയെ കാണാമായിരുന്നു. ഇപ്പോൾ അതിനും സാധിക്കില്ല. മുഖ്യമന്ത്രി പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ ഇരുമ്പുമറ തീർക്കുന്നത് എന്തിനെന്ന വിമർശനമുയർന്നു. മാധ്യമങ്ങളെ എതിരാക്കിയതിലും അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ BJP പ്രചാരണ ആയുധമാക്കിയെന്ന് CPM. സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾക്ക് ശേഷം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് വിമർശനം. വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ച് പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ BJP നടത്തിയ ക്യാമ്പയിനെ പ്രതിരോധിക്കുന്നതിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടെന്ന സ്വയം വിമർശനവും പ്രസ്താവനയിലുണ്ട്. വെള്ളാപ്പള്ളി നടേശനും SNDP യോഗത്തിനും അനുകൂലമായും പ്രതികൂലമായുമുള്ള ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ചൂടുപിടിക്കുന്നതിനിടയിലാണ് വെള്ളാപ്പള്ളിയെ തല്ലിയും തലോടിയുമുള്ള CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുടെ പത്രക്കുറിപ്പ്. ശോഭ ഈഴവ സ്ഥാനാർത്ഥിയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത്
മാധ്യമങ്ങൾ ജാതി സംബന്ധിച്ചുന്നയിച്ച ചോദ്യങ്ങളുടെ മറുപടിയായെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. BJP തന്ത്രപൂർവ്വം ഇത് പ്രചാരണായുധമാക്കി മാറ്റി. ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അനുഗ്രഹം വാങ്ങാനെത്തിയപ്പോൾ വെള്ളാപ്പള്ളി തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നത് BJPക്കാർ ചിത്രീകരിച്ച് നവമാധ്യമങ്ങളിലും പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലും പ്രചരിപ്പിച്ചു. ഈഴവ സ്ഥാനാർത്ഥിയാണെന്നും വോട്ടു ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് അതിവിപുലമായ ക്യാമ്പയിനാണ് ധീവര പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്കിടയിൽ സമർത്ഥമായി സംഘടിപ്പിച്ചത്. ഇത് മനസ്സിലാക്കാനോ പ്രതിരോധിക്കാനോ പാർട്ടിക്ക് കഴിഞ്ഞില്ല. വർഗരാഷ്ട്രീയവും മതേതര രാഷ്ട്രീയ കാഴ്ചപ്പാടും ഉയർത്തി പിന്നോക്ക വിഭാഗങ്ങളെ കൂടെ നിർത്തുന്നതിൽ ഇടതുപക്ഷത്തിന് വീഴ്ച സംഭവിച്ചെന്ന ഏറ്റുപറച്ചിലും CPM-DC പ്രസ്താവനയിലുണ്ട്. ഈഴവ വോട്ടുകൾ വന്ന തിരിച്ചടിക്കൊപ്പം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനവും ഉൾക്കൊള്ളുന്നതാണ് പത്രക്കുറിപ്പ്. ജനങ്ങൾക്ക് നൽകിയ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പല സഹായങ്ങളും തുടർച്ചയായി നൽകാനാവാത്തത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. നെൽകർഷകർക്ക് പണം നൽകാത്തതും ആശുപത്രികളിൽ മരുന്നും ചികിത്സയും ലഭ്യമല്ലാതായതും മാവേലി ത്രിവേണി സ്റ്റോറുകൾ വഴി വിലക്കുറവിൽ സാധനങ്ങൾ വിതരണം ചെയ്യാൻ കഴിയാത്തതും ജനങ്ങളിൽ അതൃപ്തിയുണ്ടാക്കി. സംഘടനാപരമായി പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കുറവ് സംഭവിച്ചതായും വിലയിരുത്തലുണ്ട്. പാർട്ടി യോഗങ്ങളിൽ നടന്ന ചർച്ചകൾ എന്ന രീതിയിൽ തെറ്റായ വിവരങ്ങൾ ചിലർ മാധ്യമങ്ങൾക്ക് നൽകുന്നു. ഇത്തരക്കാരെ കണ്ടെത്തി തിരുത്തൽ നടപടി കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രിക്കെതിരായി ചർച്ചകൾ നടന്നുവെന്ന വാർത്ത തെറ്റാണെന്നും പ്രസ്താവന വ്യക്തമാക്കുന്നു. ന്യൂസ് 18 ആലപ്പുഴ. ED നടപടി സ്ഥിരീകരിച്ച് CPM. പൊറത്തശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി വാങ്ങിയ 4.66 സെന്റ് ഭൂമി കണ്ടുകെട്ടിയെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ്. 2 സ്ഥിര നിക്ഷേപങ്ങളും ചില അക്കൌണ്ടുകളും മരവിപ്പിച്ചുവെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. EDയെ BJP ദുരുപയോഗം ചെയ്യുന്നുവെന്നും വിമർശനമുണ്ട്. അതേസമയം കൊടകര കുഴൽപ്പണവും കൊടുങ്ങല്ലൂർ കള്ളനോട്ടടിയും അന്വേഷിക്കണമെന്നും CPM. ഇവ രണ്ടും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ഏജൻസികൾ തയ്യാറായിട്ടില്ല. സംസ്ഥാന പോലീസ് തന്നെ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടും കേന്ദ്ര ഏജൻസികൾ കണ്ണടച്ചിരിക്കുന്നുവെന്നും BJP നേതാക്കൾ പ്രതികളായതിനാലാണ് കേന്ദ്ര ഏജൻസികൾ കണ്ണടച്ചിരിക്കുന്നതെന്നുമാണ് വിമർശനം. ഗവർണർക്കെതിരെ വിവാദ പരാമർശവുമായി CPM നേതാവ് M. സ്വരാജ്. ഭ്രാന്തുള്ളവർ ഗവർണറാകരുതെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. അത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറാകുമെന്ന ദീർഘവീക്ഷണം കാരണമാകാം. ഭ്രാന്തുള്ളവർക്ക് MLAയോ MPയോ മന്ത്രിയോ ആകാനാകില്ലെന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഗവർണറാകാൻ പ്രായപരിധി മാത്രമാണ് ഭരണഘടനയിൽ പറയുന്നതെന്നും സ്വരാജ് പറഞ്ഞു. കണ്ണൂരിൽ KCB ഓഫീസ് അസോസിയേഷൻ പരിപാടിയിലാണ് M. സ്വരാജിന്റെ വാക്കുകൾ. വിവരദോഷം ഇപ്പൊ ഗവർണർ ആണെങ്കിലും ഉണ്ടാവാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടില്ല. ഭരണഘടനയിൽ ഒരുപാട് രസങ്ങളുണ്ട്. ഭരണഘടന എല്ലാവരും വായിക്കണേ. ഭരണഘടനയിലെ ഒരു പ്രത്യേകത MLA ആകണമെങ്കിൽ MP ആകണമെങ്കിൽ തദ്വാര മന്ത്രിയാവണമെങ്കിൽ മുഖ്യമന്ത്രി ആവണം. കാരണം MLA ആവണമല്ലോ, മന്ത്രി ആവണമെങ്കിൽ മുഖ്യമന്ത്രി ആവണം. പ്രധാനമന്ത്രി ആവണമെങ്കിലും ഒക്കെ കേന്ദ്രമന്ത്രി ആവണമെങ്കിൽ സ്പീക്കർ ആവണമെങ്കിലും ഒക്കെ എന്ത് വേണം? MP ആവണം. അപ്പോൾ ഈ ചുമതലകൾ നിർവഹിക്കണമെങ്കിൽ ചില യോഗ്യതകൾ വേണം. അത് ഭരണഘടന പറയുന്നത്. ഭരണഘടന കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ. ആ യോഗ്യതകളിൽ ഒരു യോഗ്യത എന്താണ്? ഒരു യോഗ്യത സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കണം. ചിത്തഭ്രമ ഉണ്ടാവാൻ ഭ്രാന്ത് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ആരായാലും വേണ്ടില്ല, നിങ്ങൾ ചിത്തഭ്രമമുള്ള ആളാണെങ്കിൽ, ഭ്രാന്തനാണെങ്കിൽ പറ്റില്ല. എന്നാൽ ഈ നിബന്ധന ഇല്ലാത്ത ഒരേ ഒരു സ്ഥാനം മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിലുള്ളൂ. അത് ഗവർണറാണ്. ഗവർണർ ആകണമെങ്കിൽ ഈ നിബന്ധനയില്ല. അത് വളരെ കൗതുകരമായിട്ട് നമുക്ക് തോന്നി. ഒരുപക്ഷെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ദീർഘവീക്ഷണമുള്ള ആളുകൾ ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ ആകുമെന്ന് കരുതിയിട്ടോ മറ്റോ ഈ വകുപ്പ് ഒഴിവാക്കിയതാണോ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. 35 വയസ്സ് തികണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഗവർണറുടെ കാര്യത്തിൽ. ബാക്കി കാര്യത്തിലൊന്നും അതിന് പറഞ്ഞില്ല. അതവിടെ നിൽക്കട്ടെ. പറഞ്ഞു വന്നത് ഗവർണർ ഒരിക്കലും ഇത് പറയാൻ പാടില്ലായിരുന്നു. ഇത് വൈദേശികമാണെന്ന് പറയാൻ പാടില്ലായിരുന്നു. കാരണം എന്താണ്? ഗവർണർ എന്ന പദവി ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്. അതാണ് ഭരണഘടനാ സ്ഥാപനം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ്. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കും. കൈക്കൂലി കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിനാലാണ് രാജി. ചെയർമാൻ സനീഷ് ജോർജിന്റെ രാജി CPM ആവശ്യപ്പെടുകയായിരുന്നു. നാളെ രാജിക്കത്ത് കൈമാറും. രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശത്തിന്റെ പേരിൽ ലോക്സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. ഹിന്ദുക്കളെന്നാൽ മോദിയും BJPയും RSSും ചേരുന്നതല്ല. ഹിന്ദുവെന്ന് അവകാശപ്പെടുന്നവർ അക്രമത്തെക്കുറിച്ചും വെറുപ്പിനെക്കുറിച്ചും അസത്യക്കുറിച്ചും സംസാരിക്കുന്നുവെന്ന് രാഹുൽ ആരോപിച്ചു. രാഹുലിന്റെ പരാമർശത്തെ പ്രധാനമന്ത്രി വിമർശിച്ചു. അയോധ്യ മുതൽ നീറ്റ് വരെയുള്ള വിഷയങ്ങൾ ആയുധമാക്കിയുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പലതവണയാണ് സഭാതലം കലുഷിതമാക്കിയത്. By showing an image of our refuge. Okay?
പ്രതിപക്ഷം ആരെയും ഭയക്കുന്നില്ലെന്നും സത്യമാണ് ആയുധമെന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി സഭയിൽ പരമശിവന്റെ ചിത്രമുയർത്തി. ഹിന്ദുക്കൾക്ക് ഭയമോ വിദ്വേഷമോ പ്രചരിപ്പിക്കാനാവില്ല, സത്യത്തിൽ അധിഷ്ഠിതമാണ് ഹിന്ദുമതമെന്നും ഭരണപക്ഷത്തെ നോക്കി രാഹുൽ ഗാന്ധി. आरएसएस पूरा हिंदू समाज नहीं है. भूपेंद्र यादव जी, ये ठेका नहीं है बीजेपी का. भूपेंद्र यादव जी बोलना चाहते हैं आप? ये सब हिंदू है यहाँ पे, ये सब हिंदू है. ഇതോടെ സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റമായി. രാഹുലിന്റെ ഹിന്ദു പരാമർശം ഗൗരവതരമെന്ന് പ്രധാനമന്ത്രി. ये विषय बहुत गंभीर है. पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है. बीजेपी को आपको ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തുന്നതാണ് പരാമർശമെന്നും സഭാ നടപടികളെക്കുറിച്ച് അറിയില്ലെങ്കിൽ ട്യൂഷന് പോകണമെന്നും അമിത്ഷാ. श्री राहुल गांधी नेता प्रतिपक्ष पहला भाषण होने के बावजूद माफी मांगनी चाहिए, न केवल सदन, पूरे देश की माफी मांगनी. സഭയുടെ അന്തസ് പുലർത്തണമെന്ന് സ്പീക്കറും ഓർമ്മിപ്പിച്ചു. അയോധ്യ മുതൽ ED വരെ പരാമർശിച്ചായിരുന്നു ഭരണപക്ഷത്തെ ലക്ഷ്യമാക്കിയുള്ള രാഹുലിന്റെ വിമർശനങ്ങൾ. അയോധ്യയിലെ ജനങ്ങൾക്ക് മോദിയെ പേടിയാണെന്ന് രാഹുൽ പറഞ്ഞു. മണിപ്പൂരിൽ കലാപമില്ലെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അഗ്നിവീർ സർക്കാരിന് മികച്ചതാണെങ്കിലും യുവത്വത്തിന് അങ്ങനെയല്ല. കർഷക സമരം, നീറ്റ് വിഷയമെല്ലാം രാഹുൽ ഉന്നയിച്ചു. നിരന്തര വിമർശനങ്ങളിൽ വാദപ്രതിവാദങ്ങൾ ഉയർന്നതോടെ സഭാതലം കലുഷിതമായി. ന്യൂസ് 18 ഡൽഹി. നീറ്റ് പരീക്ഷയിൽ നേരത്തെ ഗ്രേസ് മാർക്ക് അനുവദിച്ച കുട്ടികൾക്ക് നടത്തിയ പുനഃപരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പരീക്ഷാഫലങ്ങൾ പ്രസിദ്ധീകരിച്ചത്. നേരത്തെ 1563 കുട്ടികൾക്കായിരുന്നു ഗ്രേസ് മാർക്ക് ലഭിച്ചിരുന്നത്. 813 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 750 പേർ പരീക്ഷ എഴുതിയിരുന്നില്ല. പുനഃപരീക്ഷ എഴുതിയതിൽ മുഴുവൻ മാർക്ക് നേടിയ ആരുമില്ല. നേരത്തെ ഉയർന്ന മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം 67 ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 61 കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ മുഴുവൻ മാർക്ക് ലഭിച്ച 5 കുട്ടികൾക്ക് ഇത്തവണ 680 മാർക്ക് മാത്രമേ സ്കോർ ചെയ്യാനായുള്ളൂ. വിവാദങ്ങളെ തുടർന്ന് ജൂൺ 23 NTA പുനഃപരീക്ഷ നടത്തിയത്. ശിക്ഷയ്ക്കല്ല നീതിക്കായാണ് പുതിയ ക്രിമിനൽ നിയമത്തിൽ പ്രാധാന്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ക്രിമിനൽ നിയമങ്ങൾ കേസ് നടപടിക്രമങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കും. ടെക്നോളജിക്ക് അനുസൃതമായ മാറ്റങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. ലൈംഗിക പീഡന പരാതികളിലെ ഇരകളുടെ സ്റ്റേറ്റ്മെന്റിന് സാധുതയുണ്ട്. രാജ്യദ്രോഹ കുറ്റം ഇനിയില്ലെന്നും അമിത്ഷാ പറഞ്ഞു. ഇന്ന് നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരം രാജ്യത്തെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു. ഡൽഹി കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ആദ്യ FIR രജിസ്റ്റർ ചെയ്തത്. തെരുവ് കച്ചവടക്കാരനെതിരെയാണ് കേസ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണ് കേസെടുത്തത്. DGP ഷേഖ് ദർവേഷ് സാഹിബിന്റെ ഭാര്യയുടെ പേരിലുള്ള ഭൂമി ജപ്തി ചെയ്ത് കോടതി. വായ്പാ ബാധ്യതയുള്ള ഭൂമി വിൽക്കാൻ കരാറുണ്ടാക്കിയ ശേഷം ലംഘിച്ചതിനാണ് പേരൂർക്കട മണികണ്ഠേശ്വരത്തുള്ള 10.5 സെന്റ് വസ്തു തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതി ജപ്തി ചെയ്തത്. അതേസമയം കരാർ ലംഘിച്ചിട്ടില്ലെന്നും ഭാര്യയുടെ പേരിലുള്ള ഭൂമി ഇടപാടിൽ നിന്ന് ഒരു പിൻവാങ്ങലും നടന്നിട്ടില്ലെന്നും DGP ഷേഖ് ദർവേഷ് സാഹിബ് പ്രതികരിച്ചു. സംസ്ഥാനത്ത് 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കമായി. വലിയ മാറ്റത്തിന് തുടക്കമെന്ന് കോഴ്സുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പരോക്ഷമായി മുഖ്യമന്ത്രി വിമർശിച്ചു. സർവകലാശാലകളുടെ സ്വയം ഭരണാവകാശത്തെ തടസ്സപ്പെടുത്താൻ രാഷ്ട്രീയ ലാക്കോടുകൂടി ശ്രമം നടക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതേസമയം കോഴ്സ് നടത്തിപ്പിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് AIDSO അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധിച്ചു. മന്ത്രി സജി ചെറിയാനെ തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അറിവിനെ വിമർശന ബുദ്ധിയോടെ സമീപിക്കാതിരിക്കുകയാണ് വേണ്ടത്. കാലം മാറുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. പരീക്ഷ മുന്നിൽ കണ്ടുള്ള പഠനം ഇനിയുണ്ടാകില്ല. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠന വിധേയമാക്കാം. വിദ്യാർത്ഥികളുടെ കഴിവിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട ഗവർണറുടെ ഉത്തരവ് ചോദ്യം ചെയ്യുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ചോദ്യം ചെയ്യുക. VC നിയമന ഹർജി ജൂലൈ 17 കോടതി വീണ്ടും പരിഗണിക്കും.
ന്യൂസ് 18 വാർത്ത നിയമസഭയിൽ പരാമർശിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. സ്മാർട്ട് സിറ്റി റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് ന്യൂസ് 18 സംപ്രേഷണം ചെയ്ത വാർത്ത തെറ്റാണെന്നാണ് മന്ത്രിസഭയിൽ പറഞ്ഞത്. സ്മാർട്ട് സിറ്റി റോഡുകൾ ഗതാഗത യോഗ്യമാക്കുമെന്ന ഉറപ്പാണ് സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ മന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന തരത്തിൽ തെറ്റായ പ്രചാരണം നടത്തുകയാണെന്ന് മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞു. ഗതാഗത യോഗ്യമാക്കുമെന്നുള്ള ഉറപ്പാണ് സർക്കാർ നൽകിയത്. ഗതാഗത യോഗ്യമാക്കി. എന്നാൽ ഗതാഗത യോഗ്യമാക്കൽ മാത്രമല്ല സ്മാർട്ട് സിറ്റി റോഡിൽ കൾവർട്ട് വേണം, ഡക്റ്റ് വേണം, മറ്റു പലതും വേണം. അതിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന നിലയിൽ വാർത്ത കൊടുക്കുന്ന സ്ഥിതിയാണുള്ളത്. ഗതാഗത യോഗ്യമാക്കി പറഞ്ഞ വാക്ക് പാലിച്ച് മുന്നോട്ട് പോയിട്ടും ഇങ്ങനെ തെറ്റിദ്ധാരണ വരുത്തുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. സാർ, ഇപ്പോൾ കേട്ടതാണ് മന്ത്രി അന്ന് നിയമസഭയിൽ പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പരിശോധനയ്ക്കായി ഈ റോഡുകൾ കേന്ദ്രീകരിച്ച് പോയത്. അന്ന് ഞങ്ങൾ കണ്ട കാഴ്ച പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിക്കുകയും ചെയ്തു. അത് ആണ് നിജസ്ഥിതി. മന്ത്രി പറഞ്ഞെല്ലാം തന്നെ കള്ളമാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളായിരുന്നു ഈ റോഡുകളിൽ നിന്നെല്ലാം നമുക്ക് അനുഭവപ്പെടുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി അന്ന് സഭയിൽ പറഞ്ഞ ഓരോ റോഡുകൾ കേന്ദ്രീകരിച്ച് ഞങ്ങൾ പരിശോധന നടത്തിയതെല്ലാം തന്നെ മന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, മന്ത്രി കള്ളം പറയുകയാണ് എന്ന് ഞങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ ഇന്ന് മന്ത്രി സഭയിൽ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. വീണ്ടും മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുകൂടി ഒന്ന് കേൾക്കാം. സാർ, ഇതിലൊരു കഠിനാധ്വാനം ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ടീം വർക്കിന്റെ ഭാഗമായി കഠിനാധ്വാനത്തോടു കൂടി നടത്തിയ ഇടപെടൽ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് അറിയാം. സാർ, ഈ മാധ്യമങ്ങൾ ചില റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കും. സാർ, ഞാൻ ഈ വായിച്ച ഈ റോഡുകൾ സമയബന്ധിതമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചതും ഗതാഗത യോഗ്യമാക്കിയതും ഇപ്പറയുന്ന മാന്യമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? സാർ, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരിക്കൽ കൂടി ഇപ്പോൾ മന്ത്രി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഞങ്ങൾ വീണ്ടും പരിശോധനയ്ക്ക് പോകാൻ തയ്യാറാണ്. കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥകളാണ് ഞങ്ങൾ തുറന്നു കാട്ടിയത്. കാരണം മന്ത്രി പറഞ്ഞ 2 വരി പാതയൊന്നും തന്നെ ഈ പറയുന്ന അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡിലൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അവിടെ ആ ഗതാഗത യോഗ്യമാക്കി എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഞങ്ങൾ ദൃശ്യങ്ങളടക്കമാണ് ഈ പ്രേക്ഷകരിലേക്ക്, ജനങ്ങളിലേക്ക് ഈ വാർത്ത എത്തിക്കുന്നത്. അത് അടിസ്ഥാനമാക്കി അതാരെങ്കിലും കുറ്റം പറയാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ചെയ്ത കാര്യമല്ല. മന്ത്രി ഒന്നും മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ വളരെയധികം ദുരിതം ഈ ഒരു സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട കാലങ്ങളായി അനുഭവിക്കുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമായിരുന്നു ഞങ്ങൾക്കുണ്ടായത്. ആ ലക്ഷ്യം നിങ്ങളിലേക്ക് കൃത്യമായി എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മന്ത്രി ഇത്തരത്തിൽ പറയുന്നത്. പക്ഷേ ഇന്നും ഈ പറഞ്ഞതുപോലെ തന്നെ മന്ത്രി നിയമസഭയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു മറുപടിയാണ് നൽകുന്നത്. മാധ്യമങ്ങൾ ഇപ്പോഴും കള്ളം പറയുന്നു എന്നാണ് മന്ത്രി ഇന്നും പ്രതികരിക്കുകയും ചെയ്തത്. അതിൽ ഒരു തിരുത്തുണ്ട്. മാധ്യമങ്ങൾ പറയുന്നതല്ല കള്ളം, മന്ത്രി ഇപ്പോഴും ഉദ്യോഗസ്ഥർ പറയുന്നത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കാര്യം. ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു. അതായത് മന്ത്രിമന്ദിരത്തിൽ നിന്ന് ഈ നഗരഹൃദയത്തിലുള്ള ഈ റോഡുകൾ വന്ന് നേരിട്ട് പരിശോധിക്കണം. നേരിട്ട് പരിശോധിച്ച് ആ നിജസ്ഥിതി മനസ്സിലാക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഒരുപക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു സംവാദത്തിന് മന്ത്രി തയ്യാറാണ് എങ്കിൽ ഞങ്ങളും നേരിട്ട് മന്ത്രിക്കൊപ്പം വരാം, ഈ റോഡുകൾ കണ്ട് പരിശോധിക്കാം. നേരിട്ട് പരിശോധന നടത്തി ഈ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞതാണോ തെറ്റ്, അതോ മന്ത്രി സഭയിൽ പറഞ്ഞതാണോ തെറ്റ് എന്ന് നമുക്ക് വിലയിരുത്താം. രാജ്യത്തെ പല ഭാഗങ്ങളിലും മഴക്കെടുതി അതിരൂക്ഷമാണ്. മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയ ഒരു കുട്ടിയുടെ മൃതദേഹം കൂടി കണ്ടെത്തിയതോടെ മരിച്ചവരുടെ എണ്ണം 4ആയി. ഒരാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഉത്തർപ്രദേശിലെ മധുരയിൽ കൂറ്റൻ ജലസംഭരണി തകർന്നുണ്ടായ അപകടത്തിൽ ചികിത്സയിൽ ഉള്ളവരുടെ നില ഗുരുതരമായി തുടരുകയാണ്. പ്രളയ സാഹചര്യം നിലനിൽക്കുന്ന വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയ്ക്ക് പിന്നാലെ മഹാരാഷ്ട്രയിൽ റോഡിലിറങ്ങി കൂറ്റൻ മുതല. രത്നഗിരി ജില്ലയിലെ ചിപ്ലൂണിലെ റോഡിലാണ് മുതല ഇറങ്ങിയത്. ശിവനദിയിൽ നിന്നാണ് മുതല റോഡിലേക്ക് ഇറങ്ങിയതെന്നാണ് നിഗമനം. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് റോഡിലൂടെ സഞ്ചരിക്കുന്ന മുതലയുടെ വീഡിയോ പകർത്തിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചിപ്ലൂണിലും രത്നഗിരിയിലെ ജില്ലയിലെ ചില സ്ഥലങ്ങളിലും നിർത്താതെ മഴ പെയ്യുകയാണ്. പൂർണ്ണമാകുന്ന ന്യൂസ് അപ്ഡേറ്റ്സ്. നമസ്കാരം. കൂടി ഇത് കോടതി